അവാർഡ് സമ്മേളനം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ഔപചാരികമായി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ശ്രീ രാജീവിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട SKN കുറേ കാര്യങ്ങൾ ഇവിടെ വിസ്തീരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമാണ്. വിജയിച്ച സംരംഭകർ കേരളത്തിലുണ്ടെന്ന് കുറച്ചു കാലം ഞാൻ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാവരും പറയുന്നു, മാധ്യമങ്ങൾ അംഗീകരിക്കുന്നു. നേരത്തെയും 24 ഇത്തരം അംഗീകാരങ്ങൾ നൽകാൻ തുടങ്ങിയിരുന്നു. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന് 24 നൽകിയ വലിയ കവറേജിനും പിന്തുണയ്ക്കും ഈ സന്ദർഭത്തിൽ ഞാൻ നാടിനു വേണ്ടി, ഗവൺമെൻറ്റിന് വേണ്ടിയല്ല, നാടിനു വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ വാലറ്ററി ഫംഗ്ഷൻ ഉൾപ്പെടെ ലൈവായി തന്നെയാണ് 24 നൽകിയത്. അതോടൊപ്പം വിജയിച്ച സംരംഭകരെ പലരെയും പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ നേരത്തെ പറഞ്ഞതാണ് ഒരു പൊതുചിത്രം ഉണ്ടായിരുന്നത്. ഞങ്ങൾ വലിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നതല്ല കേരളം. ഇതൊന്നും ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല ഈ സ്ഥാപനങ്ങൾ. ഇപ്പം നമ്മൾ കുറച്ച് പാത്ത് ബ്രേക്കിംഗ് സ്റ്റെപ്സ് ഒക്കെ എടുത്തിരുന്നു, കുറേ മാറ്റങ്ങൾ വരുത്തി. ഇപ്പോൾ ഒരു 50 കോടി രൂപ വരെയാണെങ്കിൽ 3.5 വർഷം ഒരു ലൈസൻസും ഇല്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കാം. വിത്തൗട്ട് എനി ലൈസൻസ്, പ്രിൻസിപ്പൽ അപ്രൂവൽ മാത്രം മതി. 3.5 വർഷത്തിനുള്ളിൽ ലൈസൻസുകൾ നേടിയാൽ മതി. ഇപ്പം 50 കോടിയാണെങ്കിലും യൂണിയൻ ഗവൺമെൻറ് 125 കോടിയായിട്ട് MSME ഡെഫിനിഷൻ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് 125 കോടി വരെ 3.5 വർഷം പ്രിൻസിപ്പൽ അപ്രൂവലിൽ പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോൾ ബിഗ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ലൈസൻസ് കൊടുക്കും. അതിന് നിയമം തന്നെ പാസ്സാക്കി, ഏകാണ്ടമായിട്ടാണ് നിയമം പാസ്സാക്കിയിട്ടുള്ളത്. പരാതികളുണ്ടെങ്കിൽ മന്ത്രിയെ കാണണ്ട, ഓൺലൈനിൽ സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് റീഡ്രസൽ മെക്കാനിസം ഉണ്ട്. പരാതി കൊടുത്താൽ 30 ദിവസത്തിനുള്ളിൽ തീർപ്പുണ്ടാക്കണം. 15 ദിവസത്തിനുള്ളിൽ ഉദ്യോഗസ്ഥർ നടപ്പിലാക്കണം. നടപ്പിലാകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ഫൈൻ ഈടാക്കാം. സാധാരണ ഞങ്ങൾ നിയമസഭ ജനങ്ങൾക്ക് ഫൈൻ ഈടാക്കാൻ മാത്രമേ നിയമം പാസ്സാക്കാറുള്ളൂ. ആദ്യമായിട്ടാണ് ഉദ്യോഗസ്ഥർക്ക് ഫൈൻ ഈടാക്കാൻ ഒരു നിയമം പാസ്സാക്കിയത്. അപ്പോൾ നല്ല മാറ്റം കേരളത്തിൽ വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ള സ്ഥാപനങ്ങൾ കുറേ കൂടി മെച്ചപ്പെടുന്നു. ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ലുണ്ടാക്കുന്ന ആളാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ ആദ്യം സംരംഭക സംഗമത്തിൽ ചോദിച്ചു മന്ത്രിയതിന് ശേഷം, ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി ഏതാണ്? ഒരു സംരംഭകനും കൈപൊക്കിയില്ല. ഇപ്പോൾ കേരളം അറിയോ അദ്ദേഹത്തെ? എൻ്റെ ഗുണമല്ല, അദ്ദേഹം ഹാർഡ് വർക്ക് കൊണ്ട് ആ രൂപത്തിലേക്ക് എത്തി. ലോകത്തിലെ ഒന്നാമതാകാൻ അധികം വൈകാതെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ അതെ, നമ്മളെന്തായാലും ഇവിടെ ചില സംഭവങ്ങൾ, ചില സമ്മാനങ്ങളെ കൊടുക്കുകയും ചില ലിബ്ര കൊടുക്കുകയൊക്കെ ചെയ്ത് ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം പല ആവശ്യം വരുമ്പോൾ അങ്ങ് സപ്ലൈ ചെയ്യുമെന്ന് അങ്ങ് പറയണം. ഇനി സ്റ്റീൽ വേണമെങ്കിൽ അപ്പുറത്താളിരിപ്പുണ്ട് കൊടുക്കാനായിട്ട്. ഏഷ്യയിലെ, ലോകത്തിലെ തന്നെ സ്റ്റീൽ കമ്പനികളുടെ കൂട്ടത്തിൽ പരാമർശിക്കപ്പെട്ട ഇന്ത്യയിലെ കമ്പനികളിലൊന്ന് PK ഇങ്ങനെ ഇപ്പം ശ്രീ ബാലഗോപാൽ പറഞ്ഞല്ലോ, 12% ബ്ലഡ് ബാഗ് ലോകം ഉപയോഗിക്കുന്നത്, കേരളം ഇന്ത്യ അല്ല, ലോകം ഉപയോഗിക്കുന്ന 12% ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലാണെന്നല്ല, വിളപ്പിൽ എന്ന ഗ്രാമത്തിലാണ്. അതാണ് കേരളം. ഞാൻ പറയാറ്, കേരളം ആസ് എ ഗോൾ ഇറ്റ് ഈസ് എ സിറ്റി. മൊത്തത്തിൽ നഗരാണ്. ഇപ്പോൾ ഇവർ ഗ്രാമത്തിലാണ്, അല്ലെങ്കിൽ സിന്തേറ്റ് ഗ്രാമത്തിലാണ്, കിറ്റക്സ് ഗ്രാമത്തിലാണ്, അഗാപ്പെ ഗ്രാമത്തിലാണ്, എല്ലാം ഗ്രാമങ്ങളിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ ഇനി ഇവരെല്ലാം പിന്തുടരുമല്ലോ. ഞങ്ങൾ ഈ എത്രയായി നിങ്ങൾ പറഞ്ഞല്ലോ 1.5 ലക്ഷം കോടി. ഇന്നലെ നോക്കിയപ്പോൾ, ഇന്നലെ റിവ്യൂ ആയിരുന്നു, 1,72,000 കോടിയുടെയാണ്. 1,52 നമ്മളോട് പറഞ്ഞെങ്കിലും 1,72,000. ഇനി 3-ാം തീയതി തിങ്കളാഴ്ച മുഖ്യമന്ത്രി ഓർഗനൈസേഷൻസുമായിട്ടുള്ള ആശയവിനിമയമാണ്. CIA, FICCI, KSSIA. ഇനി നമ്മളെങ്ങനെ മുന്നോട്ട് പോകാം? അത് കഴിഞ്ഞാൽ 13-ാം തീയതി മന്ത്രിതല മീറ്റിംഗ് ആണ് വിവിധ വകുപ്പുകളുടെ. പിന്നെ ട്രേഡ് യൂണിയനുകളുടെ മീറ്റിംഗ്. മുഖ്യമന്ത്രി, നിങ്ങൾ ഇതിനെങ്ങനെ, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും? മാധ്യമങ്ങളും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സമ്മിറ്റിൻ്റെ പ്രധാന ഗുണം കേരളം യുണൈറ്റഡ് കേരളയാണ്. എല്ലാവരും, മാധ്യമങ്ങൾ, പ്രതിപക്ഷം, ഭരണപക്ഷം, എല്ലാവരും ചേർന്നിട്ടാണ് ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഘട്ടത്തിൽ 24 ഈ യാത്രയിൽ ഞങ്ങളെ, ഗവൺമെൻറ്റിനെ സഹായിച്ചു എന്നാണ് പറയുന്നത്, നാടിനെയാണ് സഹായിച്ചിട്ടുള്ളത്. ആ യാത്ര ഇനിയും പോസിറ്റീവായി തുടരാൻ കഴിയട്ടെ. കുറവുകളുണ്ടെങ്കിൽ വിമർശിക്കാം. കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിഷേധാത്മകമാകരുതെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇപ്പോൾ പുതിയ ഒരു ഇതിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട്. ആ ഘട്ടമാണ്. അതിന് ഈ അംഗീകാരവും
ഇപ്പോൾ ലോകം അറിയല്ലോ ഇത്രയും ആളുകൾ വിജയിച്ച സംരംഭകരുണ്ട് കേരളത്തിൽ നിന്ന്. ഇപ്പോൾ അനൂപെല്ലാം പുതിയ പദ്ധതികളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവരെല്ലാം പുതിയ പദ്ധതികൾ ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാനും ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ സഹായകരമാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, ഗോപാലേട്ടനും കുറച്ച് പദ്ധതികളുണ്ട്, അന്ന് വരാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം ചില പദ്ധതികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് വിജയകരമായി ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. ഭാവിക്ക് വേണ്ടി, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഒറ്റക്കെട്ടായി നിർവഹിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് വൈകിയതിന് ക്ഷമ ചോദിച്ച് രാവിലെ തിരുവനന്തപുരത്ത് 2 പരിപാടി നേരത്തെ ഉള്ളതിന് വ്യത്യസ്തമായി ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഫ്ലൈറ്റില്ല, തിരുവനന്തപുരം എയർപോർട്ടിലെ പണി കാരണം ട്രെയിനും ഇല്ല. 24 ഇദ്ദേഹം ഒരു കടം എനിക്ക് ബാക്കിയുണ്ട്, അതുകൊണ്ടുകൂടി ഞാൻ റോഡ് മാർഗമാണ് വന്ന് 8 പരിപാടി കൂടി ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. വൈകിയതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. നമ്മളിനി പുരസ്കാര സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. അതിനുമുമ്പ് നമ്മുടെ ഇപ്പം ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം പി രാജു നിർവഹിക്കുന്നു. അദ്ദേഹം റിമോട്ട് അമർത്തിയായിരിക്കും ഇത് നിർവഹിക്കുക. പി ജെയിംസ് കൂടി വേദിയിലേക്ക് വരിക. 24-ൻ്റെ എഡിറ്റർ ഇൻചാർജാണ് പി ജെയിംസ്.